ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ അടിസ്ഥാന ഘടകം ഇവളുടെ കഴിഞ്ഞ ജന്മത്തിൽ കിട്ടാത്ത പുരുഷനായിരിക്കാം ഇയാൾ, അല്ലാതെ അങ്ങനെ ഒരു അട്രാക്ഷൻ വരൂല. അപ്പൊ ഇണ എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു മോഹമാണ്. അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് അത് മനസ്സിലൊരു അഴുക്കായി മാറും. അപ്പൊ ഈ അഴുക്കായി മാറി ഇവർക്ക് ഈ ആഗ്രഹം സാധിക്കാതെ ഇവർ മരണപ്പെട്ടാൽ അടുത്ത ജന്മത്തിൽ ഇതിന്റെ ദുരിതം ബാക്കി അനുഭവിക്കേണ്ടി വരും. ആ ആഗ്രഹിച്ച പുരുഷനല്ല സ്ത്രീക്ക് കല്യാണം കഴിക്കുന്നതെങ്കിൽ ആ ആഗ്രഹം അവളെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ടാവും. ആ ആളെ വീണ്ടും കാണുക ചെയ്യുമ്പോൾ ആഗ്രഹങ്ങൾ വീണ്ടും വരും. അതൊരു മോഹഭംഗമായിട്ട് മാറുകയും അവളെ മരണത്തോടുകൂടി ഒരു വേദനയായിട്ട് മാറുകയും ചെയ്യും. കാരണം അവളെ ഉള്ളിൻ്റെ ഉള്ളിലായി നിരാശയിൽ കിടക്കും. അപ്പൊ അടുത്ത ജന്മം വരുമ്പോൾ ആ പുരുഷനെ ഇവള് വീണ്ടും തെരഞ്ഞെടുക്കും. അതാണ് ഇത് സത്യം. സാറേ നമസ്കാരം. ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് വശ്യം. ഇത്തരം കർമ്മങ്ങളുടെ പ്രായോഗിക വശങ്ങളും സത്യവും എന്താണ്? ഈ വശ്യം എന്ന് പറഞ്ഞ സാധനം പല ആൾക്കാരും കർമ്മങ്ങളും പറയുന്നത് അത് പാടില്ല, ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം എനിക്ക് പറയാനുള്ളത് അതിലൊരു തെറ്റില്ല എന്നാണ്. കാരണം എന്താ വെച്ചാല് ഒരു പുരുഷന് ഒരു സ്ത്രീനോട് ഒരു ആകർഷണം തോന്നുന്നത് അയാളെ ജന്മാന്തരമായിട്ടുള്ള ഒരു ബന്ധമാണ്. കാരണം അയാൾക്ക് അവര് തമ്മിൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട വിഷയം വെച്ചാൽ ഒരു ആണും പെണ്ണും തമ്മിലാണ് സംഭവം അങ്ങനെ വരുന്നതെങ്കിൽ അതൊരു ആകർഷണത വരുന്നത് അത് ഇയാളിൽ അല്ലെ അവൾക്കുള്ളൊരു മോഹമാണ്. ഈ മോഹം എന്ന് പറയുന്ന സാധനത്തിന്റെ ഏറ്റവും വലിയൊരു തകരാറെന്താ വെച്ചാൽ അത് എന്ന് സാധിക്കുന്നു അന്നത്തോടു കൂടി അത് അവസാനിക്കപ്പെടുന്ന പറയുന്നത്. കാരണം സ്നേഹബന്ധത്തിൽ ഈ വശ്യ അതായത് ആകർഷണമായിട്ട് ഇങ്ങനത്തെ ഒരു ആഗ്രഹം കൂട്ടിക്കഴിഞ്ഞാൽ അതവിടെ തകർന്നുടയും. പിന്നെ ആ ബന്ധത്തിന് മൂല്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും അത് പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറൊരു കുഴപ്പം അതിൽ ഞാൻ കാണുന്നില്ല. ഇനി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നടത്തി കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം വെച്ചാൽ മനുഷ്യന്റെ പ്രത്യേകിച്ചുള്ളൊരു വിഷയം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിലും മനുഷ്യരിലും പ്രധാന രണ്ട് ഘടകം ഇണ ചേരുക, ഇര തേടുക എന്നുള്ളതാണ്. അപ്പൊ ഇണ എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു മോഹമാണ്. ആ ഒരാളോട് തോന്നാം, ഒരു മറ്റൊരാൾ പെട്ടെന്ന് തോന്നാം, അല്ലെങ്കിൽ കുറെ വർഷങ്ങളായി തോന്നാം, അല്ലെ അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് അത് മനസ്സിലൊരു അഴുക്കായി മാറും. അപ്പൊ ഈ അഴുക്കായി മാറി ഇവർക്ക് ഈ ആഗ്രഹം സാധിക്കാതെ ഇവർ മരണപ്പെട്ടാൽ അടുത്ത ജന്മത്തിൽ ഇതിന്റെ ദുരിതം ബാക്കി അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ താലികെട്ട് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സത്യമുണ്ട് കല്യാണം കഴിക്കുന്നത്. അതായത് ഹോമകുണ്ടത്തിനെ ആയാലും നിലവിളക്കിനെ ആയാലും 3 പ്രാവശ്യം വലം വെച്ച് ഒരു പുരുഷൻ സ്ത്രീനെ താലി കെട്ടി കൊണ്ടുവരുമ്പം അവളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പം അതിന് പ്രകൃതിപരമായിട്ട് അനുഗ്രഹവും അതിൽ മറ്റുള്ള രീതിയിലും ഇവർക്കൊരു അംഗീകാരം തന്നെയാണ്. അപ്പൊ അതിൽ വരുന്നൊരു വിഷയം എന്താ വെച്ചാൽ അത് മുന്നോട്ട് പോകുന്നതിന് കാരണം എന്താ വെച്ചാൽ അത് ഇവർക്ക് അനുവദനീയമായി പ്രകൃതി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു കാമുകി ബന്ധം മുന്നോട്ട് പോകാത്തതിന് കാരണം വെച്ചാൽ ഞാൻ പറയുന്ന ഒരു വശം എന്താ വെച്ചാൽ നമ്മൾ ചോറ് എന്നും കഴിക്കാം, അത് മടുക്കൂല. പക്ഷെ ഒരു ബിരിയാണി 1 പ്രാവശ്യം 2 പ്രാവശ്യം കഴിക്കും എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ സംഭവം. ഇതിൽ മടുപ്പ് വരും, കാമുക ബന്ധം അല്ലെങ്കിൽ മറ്റുള്ളവർ തമ്മിലെ റിലേഷൻ മടുപ്പ് വരും. ഈ മടുപ്പ് വരുന്നത് എന്താ വെച്ചാൽ അതിനൊരു ബന്ധനമില്ല, പ്രകൃതിപരമായിട്ടൊരു അനുഗ്രഹം ഇല്ല എന്നതാണ് അതിൻ്റെ ഒരു സത്യം. ഒരു പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും തോന്നുന്ന ഇത്തരം ആഗ്രഹങ്ങളും അഭിനിവേശങ്ങളും പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടതാണോ? അവനാന്റെ ജോലി സ്ഥലത്ത് ഇപ്പൊ വിവാഹം ചെയ്യാത്ത പുരുഷന്മാരുണ്ടാവും, വിവാഹം ചെയ്യാത്ത സ്ത്രീകളുണ്ടാവും. അപ്പൊ ജോലി സ്ഥലത്ത് ഇപ്പോൾ എല്ലാ സ്ഥാപനത്തിലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സ്ഥാപനത്തിൽ ഈ ജോലി ചെയ്യുന്ന പെണ്ണിനോട് ഈ പുരുഷന് ഇഷ്ടമായിരിക്കാം, പക്ഷെ ഇയാളത് പറയില്ല, മനസ്സ് കൊണ്ടടക്കും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടാവുക അറിയില്ല, കല്യാണം കഴിക്കാൻ സമ്മതിക്കുക അറിയില്ല. ചിലത് ജാതിയെ പ്രശ്നം ഉണ്ടാവും, ഞാൻ താഴ്ന്ന ജാതിയാണ്, അവള് മുന്തിയ ജാതിയാണ്, അതുകൊണ്ട് പറയാൻ പറ്റൂല, അല്ലെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാൽ ഈ ബന്ധം നടക്കാതെ വരികയും അയാൾ വേറെ രീതിയിലേക്ക് പോകും, ഇവിടെ രീതിയിലേക്ക് പോകും. ഒരുപക്ഷെ ഇവളെ അറിയാത്ത അല്ലെങ്കിൽ പുരുഷനെ അറിയാത്ത
രീതിയിൽ ഇവർക്ക് കാലങ്ങൾ കഴിഞ്ഞ് ഇവർ മരണപ്പെട്ടാൽ ഉടനെ ഇനിയൊരു ജന്മം വരുമ്പോൾ ഇതേ ബന്ധം ഇയാളെ മനസ്സിൽ ആഗ്രഹം കണ്ടുപിടിക്കാനായി ശ്രമിക്കും. ഇതാണ് ഒരു പ്രധാന കാരണം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ അടിസ്ഥാന ഘടകം. ഇവളുടെ കഴിഞ്ഞ ജന്മത്തിൽ കിട്ടാത്ത പുരുഷനായിരിക്കാം ഇയാൾ, അല്ലാതെ അങ്ങനെ ഒരു അട്രാക്ഷൻ വരൂല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പൊ ഒരാളെ കണ്ടുമുട്ടി അയാളോട് പ്രത്യേക ഒരു താല്പര്യം, ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ട് മറന്നുപോയി എന്നൊക്കെ തോന്നുന്നത് ഇവര് കഴിഞ്ഞ ജന്മത്തിൽ കണ്ട ബന്ധമാണ്. ആ ബന്ധം വളരെ ദൃഢാവും, അതിനു വേണ്ടി അവർ കൊതിക്കും. അപ്പൊ ഞാൻ പറയുന്നതിൽ അത് രണ്ടിലും തെറ്റില്ല, അത് സംഭവം റെഡി ആവണമെന്നാണ്. പിന്നെ ഇത് മുന്നോട്ട് പോണത് നമ്മളെന്നല്ല, ഇത് റെഡി ആക്കുന്നതും എല്ലാം ദൈവമാണ്. ഇപ്പൊ വശ്യം എന്ന് പറഞ്ഞാലും ആകർഷണം എന്ന് പറഞ്ഞാലും ഒക്കെ ദൈവികമായ ഒരു സംഭവം സത്യമാണ്. അത് ആഗ്രഹിച്ച് അതിൽ സത്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം വിചാരിച്ചാൽ അത് നടക്കപ്പെടും. മനുഷ്യരുടെ ഇത്തരം ആഗ്രഹങ്ങൾ ഒരു സമൂഹ ജീവി അല്ലെങ്കിൽ കുടുംബത്തിന് പ്രാധാന്യം കൂടുതൽ നൽകുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് അത് വിമർശനങ്ങൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയില്ലേ? അല്ല, ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോ നമ്മളിപ്പോ വിമർശിക്കപ്പെടും എന്നുള്ള ഒരു വിഷയമാണല്ലോ പ്രധാന പ്രശ്നം. കാരണം പല ആൾക്കാരും പേടിച്ചിട്ടും മറ്റുള്ള സാമൂഹ്യ ഇതിൽപ്പെട്ട ചോദ്യം ചെയ്യപ്പെടും, ഞാൻ എന്നെ വേറെ രീതിയിലേക്കാക്കും എന്നുള്ള രീതിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് മെയിൻ പ്രശ്നം. നമ്മളിപ്പോ ഇതിന്റെ ഒരു സയന്റിഫിക് വശം പറയുകയാണെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലൊന്നും ഈ പ്രശ്നമില്ല. ഉദാഹരണം പറയാം, നമ്മൾ കേരളത്തിൽ ബസ്സുകളിൽ ഇപ്പൊ നമ്മൾ അവൻ തോണ്ടി ഇവൻ ഇതൊക്കെ നമുക്ക് ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയമാണ്, സാറിന് അറിയാൻ മതി. ഇപ്പൊ ബസ്സുകളിൽ ഒരു വയസ്സായ ഒരാൾ തോണ്ടി അയാൾ അടിച്ചു, അയാൾ അപമാനിച്ചു, അത് വീഡിയോ ആക്കി പ്രചരിപ്പിച്ചു, സോഷ്യൽ മീഡിയയിൽ അത് ഒന്നായിട്ട് തരംഗാക്കി അയാളെ കുടുംബത്തിനിടയിൽ ഇതാവുന്നു. ഇതിന്റെ ഒക്കെ ഒരു സംഭവം എന്ന് വെച്ചാൽ ലൈംഗിക ദാരിദ്ര്യമാണ്. ഈ ലൈംഗിക ദാരിദ്ര്യം എങ്ങനെ വരുന്നു വെച്ചാൽ എന്ത് സംഗതിയാണോ നമ്മൾ നിഷേധിക്കുന്നത് അത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഇതിന്റെ പ്രശ്നമാണ്. കാരണം ഉദാഹരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ മഹാരാഷ്ട്ര എന്നുള്ള സ്റ്റേറ്റിൽ പോയാൽ അവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ബസ്സിൽ തോണ്ടലില്ല, ബസ്സിൽ അങ്ങനത്തെ പ്രശ്നമില്ല, അവിടെ അങ്ങനെ ഒരു വിഷയമല്ല. കാരണം വെച്ചാൽ അത് അനുവദീയമാണ്. അവിടെ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ സ്ഥാപനങ്ങൾ വരെയുണ്ട്. പിന്നെ അവിടെ 12 2 മണിക്കൊക്കെ ഞാനിപ്പോ ഒത്തിരി പ്രാവശ്യവും ബോംബെയിൽ അവിടെയൊക്കെ പോയതാണ്. അപ്പൊ അവിടുത്തെ ഒരു 12 2 മണിക്കൊക്കെ സ്ത്രീകൾ നടക്കും. കേരളത്തിൽ അങ്ങനെ നടക്കാൻ പറ്റൂല. ഒരു 8 മണിക്ക് ശേഷം തന്നെ സ്ത്രീകൾ നടന്നാൽ അത് വേറെ സ്ത്രീയാന്നുള്ള രീതിയിലാണ് ഇവിടെ ഉള്ള ഒരു തീരുമാനം. അത് അങ്ങനെ ആയി തീർത്തു. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാല് സ്ത്രീകളോടുള്ള സമീപനം, ഈ സമീപനം എങ്ങനെ വരുന്നു വെച്ചാൽ ഇത് അടിച്ചമർത്തയാണ്, ലൈംഗികതയെ അടിച്ചമർത്തുന്ന രീതിയിലാണ്. കാരണം ഒരിക്കലും ചെയ്യരുത്, അത് തെറ്റാണ്, അത് പാപാണ് എന്ന് ചെറുപ്പത്തിലേ പഠിപ്പിക്കുകയാണ്. അതാണ് ഇതിന്റെ മറ്റൊരു വിഷയം. അപ്പൊ ഇതിലൊരു വിഷയം എന്താ വെച്ചാല് ആ ചെയ്യാനുള്ള ഒരു സംഭവം അതൊരു വലിയൊരു പോസിബിലിറ്റി ആക്കുകയല്ല, അത് ചെയ്തു കഴിഞ്ഞാൽ സ്വയം നിർത്തും എന്നുള്ളതാണ് സംഭവം. അതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. പൂർവ്വ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്, ഒരു ജന്മത്തിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഗ്രഹിച്ചു. ആ ആഗ്രഹിച്ച പുരുഷനല്ല ആ സ്ത്രീക്ക് കല്യാണം കഴിക്കുന്നതെങ്കിൽ ആ ആഗ്രഹം അവളെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉണ്ടാവും. ആ ആളെ വീണ്ടും വീണ്ടും കാണുകയും വീണ്ടും വീണ്ടും പല തരത്തിലും പല രീതിയിലും അവളെ ജീവിതത്തിൽ കാണുകയും ചെയ്യുമ്പോൾ ആഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും വരും. അതൊരു മോഹഭംഗമായിട്ട് മാറുകയും അവളെ മരണത്തോടുകൂടി ഒരു വേദനയായിട്ട് മാറുകയും ചെയ്യും. കാരണം അവളെ ഉള്ളിൻ്റെ ഉള്ളിലായി നിരാശയിൽ കിടക്കും. അപ്പൊ അടുത്ത ജന്മം വരുമ്പോൾ ആ പുരുഷനെ ഇവള് വീണ്ടും തെരഞ്ഞെടുക്കും. അതാണ് ഇതിന്റെ സത്യം. കാരണം ആ ഒരു സ്ത്രീനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആഗ്രഹങ്ങൾ നടക്കണം എന്നാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെ വീടുകളിൽ ഇപ്പോ ഒരു പെൺകുട്ടിക്ക് വീട്ടുകാർ പറയുന്ന പുരുഷനാണ് കല്യാണം കഴിക്കുക. അവളെ ആഗ്രഹം ഇപ്പൊക്കെ ഏറെക്കുറെ മാറി. ഇപ്പൊ പെൺകുട്ടി പറയുന്നത് കേൾക്കുന്ന കാലം വന്നു. പക്ഷെ പണ്ട് കാലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. സ്ത്രീക്ക് അവർ അടിച്ചമർത്തലുമാതിരി അച്ഛനമ്മ പറയുന്ന ആരെയോ അവർ കെട്ടണം, ആ ഒരു അവസ്ഥയാണ്. അത് ഇതിൽ പ്രധാന ഘടകം തന്നെയാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹം തോന്നുന്നതിനോടൊന്നും തെറ്റില്ല. അതായത് ഇപ്പോ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നേടിയെടുക്കുന്നത് അത് എത്ര കാലം നിലനിൽക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ദൈവത്തിന്റെ തീരുമാനം മാതിരിയാണ്. പിന്നെ ഇവരെ മാനസികമായിട്ടുള്ള ഐക്യം കൂടിയാണ് പ്രധാനമാണ്. കാരണം മടുപ്പ് വെറുപ്പ് എന്നുള്ളൊരു വിഷയം ഇതിൽ പ്രധാനം കിടക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പം വേണമെങ്കിലും അത് വരാം. പക്ഷെ അത് വശ്യം കൊണ്ട് നമ്മൾ ഇങ്ങനെ നേടിയെടുത്ത് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ.
അതൊരു എന്താ പറയാ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു കാര്യമാണ് വശ്യെന്ന് മാത്രം. നിലനിർത്തേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല.